ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയുന്നതിനായുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ഫ്രേസ് നോക്കൂ, ഫ്രം നൗ ഓൺ. ഇതുപോലെ ഓരോരോ ഫ്രേസ് ഉപയോഗിച്ച് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഈ ഒരു ഫ്രേസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും നേരത്തെ ഉണരും. ഇനി മുതൽ ദിവസവും ഞാൻ ആരോഗ്യത്തിനായി വ്യായാമം ചെയ്യും. ഇങ്ങനെ പറയുമ്പോൾ ഫ്രം നൗ ഓൺ എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ച് പറയാം. ഫ്രം നൗ ഓൺ ഐ വിൽ വേക്ക് അപ്പ് ഏർലി എവറി ഡേ. ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കും. ഫ്രം നൗ ഓൺ ഐ വിൽ വേക്ക് അപ്പ് ഏർലി എവറി ഡേ. ഫ്രം നൗ ഓൺ ഐ വിൽ വേക്ക് അപ്പ് ഏർലി എവറി ഡേ. ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്ലീസ് എൻ്റെ ഒപ്പം പറയുക, കാരണം പറഞ്ഞാൽ മാത്രമേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയൂ. വി വിൽ ഹാവ് ഡിന്നർ ടുഗദർ ഫ്രം നൗ ഓൺ. ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കും. വി വിൽ ഹാവ് ഡിന്നർ ടുഗദർ ഫ്രം നൗ ഓൺ. We will have dinner together from now on. From now on, I will exercise regularly for health. ഇനി മുതൽ from now on ആരോഗ്യത്തിനായി ദിവസവും ഞാൻ വ്യായാമം ചെയ്യും. I will exercise regularly for health. From now on, I will exercise regularly for health. He will pick up kids from school from now on. ഇനി മുതൽ അവൻ കുട്ടികളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരും. ഹി വിൽ പിക്ക് അപ്പ് കിഡ്സ് ഫ്രം സ്കൂൾ ഫ്രം നൗ ഓൺ. ഹി വിൽ പിക്ക് അപ്പ് കിഡ്സ് ഫ്രം സ്കൂൾ ഫ്രം നൗ ഓൺ. ഫ്രം നൗ ഓൺ ഐ വിൽ റെഡ്യൂസ് മൈ സ്ക്രീൻ ടൈം ഡെയിലി. ഇനി മുതൽ ഞാൻ ദിവസവും സ്ക്രീനിൽ നോക്കുന്ന സമയം കുറയ്ക്കും. ഫ്രം നൗ ഓൺ ഐ വിൽ റെഡ്യൂസ് മൈ സ്ക്രീൻ ടൈം ഡെയിലി. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് ടു ഫ്രേസ് ഉപയോഗിച്ചാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. I am going to practice English every day. I am going to practice English every day. I am going to attend a conference next week. ഞാൻ അടുത്ത ആഴ്ച ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോവുകയാണ്. I am going to attend a conference next week. I am going to attend a conference next week. I am going to meet my friends tonight. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്സ് ടുനൈറ്റ്. ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്സ് ടുനൈറ്റ്. ഐ എം ഗോയിങ് ടു ട്രൈ ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ് ഫോർ ലഞ്ച്. ലഞ്ചിന് ആ പുതിയ റെസ്റ്റോറൻറ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ട്രൈ ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ് ഫോർ ലഞ്ച്. ഐ എം ഗോയിങ് ടു ട്രൈ ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ് ഫോർ ലഞ്ച്. അടുത്ത ഫ്രേസ് നോക്കൂ, ഹാഡ് ബെറ്റർ. ഈ ഫ്രേസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. നീ ഒരു കുട എടുക്കുന്നതാണ് നല്ലത്. മഴ ചിലപ്പോൾ പെയ്തേക്കാം. നിങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും മനസ്സിലാകും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഹാഡ് ബെറ്റർ എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ച് പറയാം. യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല, ഇറ്റ് മൈറ്റ് റെയിൻ. നീ ഒരു കുട എടുക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല. ചിലപ്പോൾ മഴ പെയ്തേക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ. യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല, ഇറ്റ് മൈറ്റ് റെയിൻ. യു ഹാഡ് ബെറ്റർ കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രോബ്ലം. നിങ്ങൾ ഒരു പരിഹാരവുമായി വരുന്നതാണ് നല്ലത്. ഇത് വെറും ഒരു പ്രശ്നമല്ല. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ആലോചിച്ചിട്ട് വരുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത്. യു ഹാഡ് ബെറ്റർ കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. It's not just a problem. You had better come up with a solution. It's not just a problem. You had better speak clearly so everyone can understand.
നിങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നതാണ് നല്ലത്. എന്നാൽ എല്ലാവർക്കും മനസ്സിലാകും. You had better speak clearly so everyone can understand. You had better speak clearly so everyone can understand. You had better check your phone battery before leaving home. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഫോണിൽ ബാറ്ററി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. You had better check your phone battery before leaving home. You had better check your phone battery before leaving home. The last and final one is I need to. ഞാൻ വ്യായാമത്തിനായി നേരത്തെ ഉണരേണ്ടതുണ്ട്. ഞാൻ സ്കൂളിൽ നടക്കുന്ന പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പറയേണ്ട സിറ്റുവേഷനിൽ ഐ നീഡ് ടു ഫ്രേസ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ നീഡ് ടു പിക്കപ്പ് മൈ ബ്രദർ ഫ്രം ദി എയർപോർട്ട് ടുനൈറ്റ്. ഇന്ന് രാത്രി എൻ്റെ സഹോദരനെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതുണ്ട്. ഐ നീഡ് ടു പിക്കപ്പ് മൈ ബ്രദർ ഫ്രം ദി എയർപോർട്ട് ടുനൈറ്റ്. I need to pick up my brother from the airport tonight. Next sentence. I need to attend the parents teachers meeting at the school. സ്കൂളിൽ നടക്കുന്ന പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കേണ്ടതുണ്ട്. I need to attend the parents teachers meeting at the school. I need to wake up earlier for morning exercise. ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യുന്നതിനായി നേരത്തെ ഉണരേണ്ടതുണ്ട്. I need to wake up earlier for morning exercise. I need to wake up earlier for morning exercise. I need to plan a surprise party for my best friend. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനായി ഞാനൊരു സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. I need to plan a surprise party for my best friend. I need to plan a surprise party for my best friend. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോരോ ഫ്രേസ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ആ സെൻറ്റൻസ് എല്ലാം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു പ്രാക്ടീസിലൂടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായും കോൺഫിഡൻ്റായും സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.